ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രതിസന്ധിയിലും ഒറ്റപ്പെടലും വേദന അനുഭവങ്ങളിലും കയ്പിൻ്റെ മുന്നേറ്റങ്ങളിലും ഒക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സീക്രട്ട് പ്ലേസ് ഓഫ് മോസ്റ്റ് ഹൈ, അണ്ടർ ദി ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി. സർവശക്തനായ ദൈവത്തിൻ്റെ ആ നിഴലിൻ്റെ ആ ചിറകിൻ്റെ കീഴിൽ, ആ നിഴലിൻ്റെ കീഴിൽ ആയിരിക്കുന്നവൻ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, അവൻ ഏറ്റവും വലിയ സുരക്ഷിതമാണ്. ബൈബിൾ പറയുന്നു അതിൻ്റെ 4-ാം വാക്യം, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത പരിചയമാണ്, പലകയാണ്. ഒരു പക്ഷി എൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്ന പോലെ സർവശക്തനായ ദൈവം തൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നവനെ മറയ്ക്കും. കാരണം വചനം പറയുന്നു, അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ഏത് ഭയത്തിൽ നിന്നൊരു വിടുതലുണ്ട്. അവൻ പേടിക്കുകയില്ല. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ കെണി ഒരുക്കിയാണ് വേട്ടക്കാരൻ വേട്ടമൃഗത്തെ ഓടിച്ചുകൊണ്ട് വരുന്നത്. ആ വേട്ടക്കാരൻ അങ്ങനെ കെണി ഒരുക്കുന്ന അനുഭവത്തിൽ നിന്നും ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്ന ഒരു വിടുതലുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കെണിയിൽ അകപ്പെട്ടു പോയല്ലോ. ഇങ്ങനത്തെ അനുഭവങ്ങളിലൊക്കെ നിങ്ങളായിരിക്കുന്നെങ്കിൽ അവിടുന്ന് വിടുവിച്ച് പുറത്തു വരാൻ ദൈവത്താൽ കഴിയും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീരും, എങ്കിലും അത് നിങ്ങളോട് അടുത്ത് വരികയില്ല. അടുത്ത് വരാതെ വണ്ണം നമ്മെ സംരക്ഷിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെട്ട് ഭീതിയോടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയത്തോടെ കഴിയുന്ന നിങ്ങളെ നോക്കി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. 91 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോകും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങളെ മറയ്ക്കും. അതാണ് ഏറ്റവും സെക്യൂറായ പ്ലേസ്, ദൈവത്തിൻ്റെ സന്നിധിയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസം ദൈവസന്നിധിയോട് ചേർന്നിരിക്കാം, അതിനായി വാഞ്ചിക്കാം. അത്യുന്നതനായ ദൈവം നിശ്ചയമായി നമുക്ക് പരിചയമായി, ബലമായി, കോട്ടയായി നമ്മുടെ കൂടിരിക്കും.